നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളൊക്കെ എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ഉത്സാഹഭരിതരായിരിക്കും, എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്കുള്ളവരായിരിക്കും. കാരണം രാഹു നക്ഷത്രാധിപനായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉത്സാഹം പ്രകടമായിട്ട് കാണുന്നത്. ഇവർ സാധാരണയായി കൃശശരീരികളായിരിക്കും, സാമാന്യം പൊക്കം ഉണ്ടായിരിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളവർ ചിലപ്പോൾ തടിച്ച ശരീരക്കാരായിരിക്കും, എന്നാലും അമിതമായിട്ട് തടിക്കുന്ന സ്വഭാവക്കാരല്ല. ഇവരുടെ മുഖത്തിനൊരു പ്രത്യേക ആകർഷണം ഉണ്ടായിരിക്കും. രാശ്യാധിപൻ ബുധനായതുകൊണ്ട് ഇവർ സാമാന്യം നല്ല ബുദ്ധിമാന്മാരായിരിക്കും. പല വിഷയങ്ങളും വിജ്ഞാനം നേടുവാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് വളരെ വേഗത്തിൽ തന്നെ നേടുകയും ചെയ്യും. ഇവർക്കൊരു കാര്യം വേണമെന്ന് തീരുമാനിച്ചാൽ അത് എത്ര കഷ്ടപ്പെട്ട് പഠിക്കാനും പഠിച്ച് വിജയിക്കാനും അവർക്ക് സാധിക്കും. ആദർശനിഷ്ഠരായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ പ്രായോഗിക ജീവിതത്തിൽ വലിയ പൊരുത്തക്കേട് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. സ്വന്തം ആദർശവും ആശയവും പൊരുത്തപ്പെടാത്ത സമയങ്ങളിൽ പൊട്ടിത്തെറിക്കാൻ ഇവർ മടിക്കാറില്ല. പെട്ടെന്ന് കോപം വരുന്ന പ്രകൃതക്കാരായിരിക്കും ഇവർ. ദേഷ്യം വന്നാൽ ഇടം വല നോക്കാതെയും വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാതെയും പ്രതികരിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ടാവും. പൊതുവെ സഹൃദയന്മാരായിരിക്കും ഇവർ. കാരണം ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ രാശ്യാധിപതി ആയതുകൊണ്ടാണ് യുക്തിയുക്തമായിട്ടും രസത്തോടു കൂടിയൊക്കെ സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കും. ആളുകളുമായിട്ട് ഇടകലർന്ന് ജീവിക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുക. ഏകാന്തത ഇവർക്ക് സാധാരണ ഇഷ്ടപ്പെടാറില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്വഭാവങ്ങളും ഇവരെ പരിചയപ്പെടുന്നവർക്ക് വേണ്ടി ഇവർ കാണിക്കുന്ന ആത്മാർത്ഥതയും ഇവർക്ക് മറ്റുള്ളവർക്ക് ഇവരോടൊരു സ്നേഹം കൂടുതലായിട്ടുണ്ടാക്കും. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഇവർ വലിയ അഭിമാനക്ഷതമായിട്ട് കാണുന്ന സ്വഭാവക്കാരാണ്. കോപം വരിക സാധാരണമാണെങ്കിൽ ഇവർ അത് വേഗം തന്നെ മറക്കുകയും ചെയ്യും. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരായിരിക്കും. ചിലരിൽ ദുരഭിമാനം മുന്നിട്ട് നിൽക്കും. ജാതകത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ചിലപ്പം സ്ഥായിയായി തന്നെ ദുരഭിമാനികളായിരിക്കും. സ്വയം ഏറ്റെടുക്കുന്ന ജോലി ഇവർ ഭംഗിയായിട്ടും കൃത്യമായിട്ടും പൂർത്തിയാക്കും. ഇവരുടെ കഴിവിനനുസരിച്ചുള്ള പ്രശസ്തി അംഗീകാരം ഇവർക്ക് ലഭിക്കാറില്ല. അഭിവൃദ്ധിയും താരതമ്യേന ഇവർക്ക് കുറവായിരിക്കും. സരസമായി സംസാരിക്കുന്ന ഇവർ നല്ല സംഭാഷണപ്രിയന്മാരായിരിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ രസിപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്യും. പഠിത്തത്തിലായാലും തൊഴിലായാലും ഇവർ ഒരിടത്ത് തന്നെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പലപ്പോഴും ജോലി സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കാൻ ഇവർക്ക് സാധ്യതയുണ്ട്. താമസിക്കുന്ന വീടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാവും. അത് കാരണം ഒരു സ്ഥലത്തിൽ തന്നെയോ ഒരു വിഷയത്തിൽ തന്നെയോ അള്ളിപ്പിടിച്ചിരിക്കുന്ന സ്വഭാവക്കാരായിരിക്കില്ല. ഇവരുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ രസതന്ത്രത്തിലും കണക്കിലും മിടുക്കന്മാരായിരിക്കും. ശുക്രൻ ബലവാനാണെങ്കിൽ സാഹിത്യ കലാരംഗങ്ങളിൽ ഇവരെ മികച്ചു നിൽക്കും. ജീവിതത്തിൽ ഇവർക്ക് നല്ല അനുഭവങ്ങൾ തുടർച്ചയായിട്ട് ലഭിക്കില്ല. എല്ലാ കാര്യത്തിലും ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ശനി ഭാഗ്യാധിപതി ആണെങ്കിൽ പോലും അഷ്ടമാധിപത്യം കൂടി ശനിക്കുള്ളതാണ് ഇതിനുള്ള ഒരു കാരണം. സ്വന്തം പ്രവർത്തനങ്ങൾ വിജയിക്കാനാണ് ഇവർക്ക് കൂടുതലും ഗുണം കാണുന്നതും സാധാരണ കണ്ടുവരുന്നത്. ഇവർ അഭിമാനികളായിരിക്കും, സ്വതന്ത്ര പ്രകൃതികളുമാണ്. അതുകൊണ്ട് എത്ര കാര്യസാധ്യതയായാലും മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് നിന്നിട്ട് കൈനീട്ടുന്ന കാര്യം ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അതിൽ കവിഞ്ഞ ആത്മാഭിമാനം പലപ്പോഴും പല തടസ്സങ്ങളിലും അപകടങ്ങളിലും ചെന്ന് ചാടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പല രംഗങ്ങളും ഇവർക്ക് അബദ്ധങ്ങൾ പറ്റാറുമുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉപകാരസ്മരണ കുറയുമെന്ന് സാധാരണ കണ്ടുവരുന്നുണ്ട്. ഗർവ് കുറച്ച് കൂടുതലായിരിക്കും. ചെറിയ കാര്യങ്ങൾ പിണങ്ങി സന്ദർഭം വരുമ്പോൾ തൻ്റെ പിടിപ്പുകേട് പുറത്ത് കാണിക്കുന്നൊരു സ്വഭാവം ഇവർക്കുണ്ട്. സ്ത്രീകൾക്ക് ഇവരോട് ആകർഷണം കൂടുതലുണ്ടാവും. ജാതകത്തിൽ ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥിതി നല്ലതാണെങ്കിൽ ഇവർക്ക് പരസ്ത്രീകളിൽ ആസക്തി ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഭർത്താവിനെ പിണക്കാതെ മുന്നോട്ട് പോകാൻ ഇവരുടെ ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും. ഇവരുടെ ഇംഗിതം അനുസരിച്ച് പെരുമാറാൻ അറിയാത്ത ഭാര്യമാരാണെങ്കിൽ ഇവരുടെ രണ്ടുപേരെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉടലെടുക്കാനും സാധ്യതയുണ്ട്. ഉപജീവനത്തിനു വേണ്ടി ഇവർക്ക് നാട് വിട്ട് അച്ഛനമ്മമാരിൽ നിന്നും അകന്ന് നിൽക്കേണ്ടി വരാനും സാധ്യതയുണ്ട്. ഇവരെ കൊണ്ട് അച്ഛനമ്മമാർക്ക് വലിയ സാമ്പത്തിക പ്രയോജനം ഉണ്ടാകാറില്ല. രക്തവാതം, വാദപ്രധാനമായിട്ടുള്ള രോഗങ്ങൾ, ലൈംഗിക രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.